കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ ഉരുക്കുകോട്ടകളിലൊന്നായാണ് കണ്ണൂരിലെ പയ്യന്നൂർ അറിയപ്പെടുന്നത്. പതിറ്റാണ്ടുകളായി ചെങ്കൊടി മാത്രം പാർന്ന ഈ മണ്ണിൽ ഇക്കുറി രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്ന കാഴ്ചയാണ് വരുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ചുവപ്പുകോട്ടയുടെ അടിത്തറ ഇളകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പാർട്ടിക്ക് പുറത്തുനിന്നുള്ള രാഷ്ട്രീയ എതിരാളികളെക്കാൾ ഉപരിയായി പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പോരാട്ടമാണ് ഇക്കുറി CPM-നെയും പിണറായി സർക്കാരിനെയും വലിയ പ്രതിരോധത്തിലാക്കുന്നത്. പയ്യന്നൂരിലെ CPM രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പമായിരുന്നു മുൻ ഏരിയ സെക്രട്ടറി V കുഞ്ഞികൃഷ്ണന്റെ പുറത്താക്കൽ. രക്തസാക്ഷി ധനരാജ് ഫണ്ട്, പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ട് എന്നിവയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നുവെന്ന കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ പാർട്ടിയുടെ ധാർമ്മിക മുഖത്തിനേറ്റ വലിയ പ്രഹരമായിരുന്നു. രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ച പണം സ്വന്തം ആവശ്യങ്ങൾക്കായി വകമാറ്റിയെന്ന ആരോപണം സാധാരണക്കാരായ അണികൾക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്രമക്കേടുകൾ ധീരമായി ചൂണ്ടിക്കാണിച്ചതിന് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ നടപടി തെറ്റുതിരുത്തിനു പകരം സത്യം പറയുന്നവരെ ഇല്ലാതാക്കുന്ന പ്രതിച്ഛായയാണ് പാർട്ടിക്ക് നൽകിയത്. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്കിടയിൽ പ്രധാന ചർച്ചാ വിഷയമാകുമെന്ന് ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ നഗരസഭയിലെ കാര ഡിവിഷനിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തറപറ്റിച്ച് വമ്പിച്ച വിജയം നേടിയ DYFI മുൻ നേതാവ് C വൈശാഖന്റെ നീക്കങ്ങളാണ് CPM-നെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. 63% വോട്ട് നേടി വൈശാഖ് നടത്തിയ അട്ടിമറി തെളിയിക്കുന്നത് പയ്യന്നൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോളിറ്റ് ബ്യൂറോ തീരുമാനങ്ങളെക്കാൾ പ്രാദേശിക വികാരങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്നാണ്. ഇപ്പോൾ V കുഞ്ഞികൃഷ്ണനെ സ്വതന്ത്രനായി രംഗത്തിറക്കാൻ വൈശാഖിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കങ്ങൾ CPM-ന്റെ ഉറക്കം കെടുത്തുന്നതാണ്. കുഞ്ഞികൃഷ്ണന്റെ ഒരു പുസ്തകത്തിലൂടെ പുറത്തുവിട്ട വെളിപ്പെടുത്തലുകൾ വോട്ടർമാരിലേക്ക് എത്തുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ പോരാട്ടമല്ല, മറിച്ച് പാർട്ടിയിലെ ജീർണതയ്ക്കെതിരെയുള്ള ജനകീയ മുന്നേറ്റമായി മാറാൻ സാധ്യതയുണ്ട്. സിറ്റിംഗ് MLA TI മധുസൂദനൻ വീണ്ടും ജനവിധി തേടുമ്പോൾ അദ്ദേഹം നേരിട്ടിട്ടുള്ള അഴിമതി ആരോപണങ്ങളുടെ നിഴലിലാണെന്നത് വലിയൊരു പോരായ്മയാണ്. കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച മധുസൂദനന് ഇക്കുറി ഭൂരിപക്ഷം കുത്തനെ കുറയുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പരാജയം സംഭവിക്കുകയോ ചെയ്താൽ അത് പിണറായി സർക്കാരിന്റെ തന്നെ പരാജയമായി വിലയിരുത്തപ്പെടും. സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം ഊഴത്തിലെ വിവിധ വിവാദങ്ങളും ഭരണവിരുദ്ധ വികാരവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പയ്യന്നൂർ പോലെയുള്ള സുരക്ഷിത മണ്ഡലത്തിൽ പോലും പാർട്ടി വോട്ടുകൾ ഭിന്നിക്കുന്നത് CPM-ന്റെ സംസ്ഥാന വ്യാപകമായ തകർച്ചയ്ക്ക് ആക്കം കൂട്ടും. പാർട്ടി കോട്ടകളിലെ ഈ വിള്ളൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തെ കീഴ്മേൽ മറിക്കാൻ പോന്നതാണ്. കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ UDF പിന്തുണ നൽകാനുള്ള സാധ്യതയും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ തള്ളിക്കളയുന്നില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്രയോടൊപ്പം എത്തിയ RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ കുഞ്ഞികൃഷ്ണനെ നേരിട്ട് സന്ദർശിച്ചത് ഈ ഒരു അണിയറ നീക്കത്തിന്റെ ഭാഗമായാണെന്ന് നിരീക്ഷകർ കരുതുന്നുണ്ട്. UDF കോട്ടകളും പാർട്ടിയോട് പിണങ്ങി നിൽക്കുന്ന ഇടതു വോട്ടുകളും ഒരുമിച്ച് ചേർന്നാൽ പയ്യന്നൂരിൽ ചരിത്രം വഴിമാറും. രക്തസാക്ഷി ഫണ്ടിലെ തിരിമറി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രധാന ആയുധമാകും. പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തിയായ അണികളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് വരാനിരിക്കുന്ന പരാജയത്തിന്റെ ആഴം കൂട്ടും. കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്ന കാര്യത്തിൽ സാഹചര്യം നോക്കി തീരുമാനമെടുക്കുമെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത CPM നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ പയ്യന്നൂരിലെ പോരാട്ടം മധുസൂദനനും കുഞ്ഞികൃഷ്ണനും തമ്മിലുള്ളത് മാത്രമല്ല, അത് CPM-ന്റെ സംഘടനാ സംവിധാനവും അണികളുടെ നീതിബോധവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. പയ്യന്നൂരിലെ ഈ തകർച്ച ഒരു വലിയ കൊടുങ്കാറ്റിന്റെ മുന്നോടിയാണ്. പാർട്ടി കോട്ടകളിൽ പോലും മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുവെന്നതിന്റെ സൂചന. ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നും പിണറായി സർക്കാരിനും ചരിത്രപരമായ വലിയൊരു ആഘാതമായി മാറുമെന്നതിൽ സംശയമില്ല. ചുവപ്പിന്റെ കാര്യത്തിൽ മധുസൂദനൻ വീണ്ടും ജയിക്കുമോ അതോ കുഞ്ഞികൃഷ്ണൻ അട്ടിമറി നടത്തുമോ എന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്.